വഖഫ് നിയമം പാസാക്കിയത് ഇന്ത്യയിലാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ വഖഫ് ഭേദഗതി നിയമത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നത് ഈ കേരളക്കരയിലാണ്. ഏറ്റവും കൂടുതൽ എതിരഭിപ്രായങ്ങളുള്ളതും കേരളത്തിലെ മതസംഘടനകൾക്ക് തന്നെയാണ്. സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നതും ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെ പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെയുള്ള സംഘടനകൾ തന്നെയാണ്. പാർലമെന്റിന്റെ ഇരുസഭകളും പാസാക്കിയ വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന വിഭാഗമായ സോളിഡാരിറ്റിയും വിദ്യാർത്ഥി സംഘടനയായ SIOയും വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് നടത്തിയ കരിപ്പൂർ എയർപോർട്ട് മാർച്ചിൽ തീവ്ര മുസ്ലിം സംഘടനാ നേതാക്കളുടെ ചിത്രങ്ങൾ ഉയർത്തിയതിനെ വിമർശിച്ചുകൊണ്ട് KT ജലീൽ MLA അടക്കം രംഗത്ത് വന്നിരുന്നു. ജമാഅത്തെ ഇസ്ലാമി ഉയർത്തിക്കാണിച്ച ഫോട്ടോകൾ സൗദി അറേബ്യയിലോ UAEയിലോ ഉൾപ്പെടെയുള്ള മുസ്ലിം രാജ്യങ്ങളിൽ പൊക്കിപ്പിടിച്ച് പ്രകടനം നടത്താൻ അവർക്ക് സാധിക്കുമോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ഈ രാജ്യം ഒരു ജനാധിപത്യ മതേതര രാജ്യമായതുകൊണ്ട് ഈ രാജ്യം നൽകുന്ന സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തി ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെയും മതേതരത്വത്തെയും കടക്കൽ കത്തിവെക്കാൻ ശ്രമിക്കുകയും ജനാധിപത്യ വ്യവസ്ഥിതിയെ തകർത്ത് ഇത് മത ആധിപത്യമാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഇത്തരം ക്രിമിനൽ സ്വഭാവങ്ങളുള്ള ആളുകളോട് ജനാധിപത്യം പറ്റില്ലെങ്കിൽ മതാധിപത്യത്തിലേക്ക് പൊയ്ക്കോളൂ എന്നല്ലേ പറയാനുള്ളൂ. എന്തായിരുന്നാലും KT ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: വഖഫ് സമരവും മുസ്ലിം ബ്രദർഹുഡും തമ്മിൽ എന്താണ് ബന്ധം? ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന വിഭാഗമായിട്ടുള്ള സോളിഡാരിറ്റിയും വിദ്യാർത്ഥി സംഘടനയായ SIOയും വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് നടത്തിയ കരിപ്പൂർ എയർപോർട്ട് മാർച്ച് വലിയ ഒരു വിവാദത്തിനാണ് തിരികൊളുത്തിയിരിക്കുന്നത്. ഇന്ത്യൻ പാർലമെന്റിന്റെ ഇരുസഭകളും പാസാക്കിയ വഖഫ് ഭേദഗതി നിയമത്തിനെതിരായ സമരത്തിൽ സയ്യിദ് കുത്തുബ് ഹസനുൽ ബന്ന തുടങ്ങിയ മുസ്ലിം ബ്രദർഹുഡ് നേതാക്കൾ അടക്കം രാജ്യത്തിന് പുറത്തുള്ള തീവ്ര മത രാഷ്ട്രവാദികളുടെ ഫോട്ടോ ഉയർത്തിക്കാട്ടിയതിന്റെ സാങ്കത്യം എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. ജമാഅത്തെ ഇസ്ലാമി ഉയർത്തിക്കാണിച്ച ഫോട്ടോകൾ സൗദി അറേബ്യയിലോ UAEയിലോ ഉൾപ്പെടെ മുസ്ലിം രാജ്യങ്ങളിലോ പൊക്കിപ്പിടിച്ച് പ്രകടനം നടത്താൻ അവർക്ക് സാധിക്കുമോ? ഭൂരിഭാഗം മുസ്ലിം രാജ്യങ്ങളിലും സയ്യിദ് കുത്തുബും ഹസനുൽ ബന്നയും ചേർന്ന് രൂപീകരിച്ച മുസ്ലിം ബ്രദർഹുഡ് നിരോധിത സംഘടനയാണ്. കുത്തുബും ബന്നയും ഉയർത്തിപ്പിടിച്ച മതരാഷ്ട്ര ആശയത്തോട് അവിടങ്ങളിലെ മുസ്ലിം സമൂഹത്തിനോ ഭരണകർത്താക്കൾക്കോ യാതൊരു യോജിപ്പുമില്ല. ഇന്ത്യയിൽ രാഷ്ട്രീയ ഇസ്ലാമിന്റെ പിതൃത്വം ഏറ്റെടുത്ത ഒരേ ഒരു സംഘടനയേ ഉള്ളൂ, അത് ജമാഅത്തെ ഇസ്ലാമിയാണ്. അതിന്റെ സൂത്രധാരൻ മൗലാന മൗദൂദിയും. അധികാരത്തിലെത്താനും അതുവഴി ആത്യന്തികമായി മതരാഷ്ട്രം സ്ഥാപിക്കാനുമാണ് മതസംഘടന എന്നവകാശപ്പെടുന്ന ജമാഅത്തെ ഇസ്ലാമി സ്വന്തമായി ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത്. വെൽഫെയർ പാർട്ടി എന്ന പാലത്തിലൂടെ UDFൽ കടന്നുകൂടാനാണ് അവരുടെ ശ്രമം. കുറുക്കു വഴിയിലൂടെ അധികാരത്തിലെത്തി പതിയെ മൗദൂദിയൻ മതസങ്കല്പങ്ങൾ നടപ്പിലാക്കണം. ഇതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വപ്നം. അത് തിരിച്ചറിയാൻ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് സാധിച്ചിട്ടില്ലെങ്കിലും രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹം ലണ്ടനിൽ വെച്ചാണ് പറഞ്ഞത് എന്ന് മാത്രം. ഇന്ത്യയിൽ മത താല്പര്യം സാക്ഷാത്കരിക്കാൻ സ്വന്തം രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയും മത്സരിക്കുകയും ചെയ്യുന്ന ഏക മുസ്ലിം മതസംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. ഇത് ശരിയാം വിധം മനസ്സിലാക്കിയത് ഇരുപക്ഷവും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമാണ്. അതുകൊണ്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമിയും അവരുടെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന മാധ്യമവും മീഡിയ വണ്ണും അതിശക്തമായി CPMനെയും അതിന്റെ നേതാക്കളെയും ഭത്സിക്കാൻ ശ്രമിക്കുന്നത്. വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ പാർലമെന്റിൽ സംസാരിച്ച നേതാക്കളിൽ മഹാഭൂരിഭാഗവും മുസ്ലിം സമുദായത്തിന് പുറത്തുള്ളവരാണ്. കപിൽ സിബലിന്റെയും ജോൺ ബ്രിട്ടാസിന്റെയും KC വേണുഗോപാലിന്റെയും K രാധാകൃഷ്ണന്റെയും ഹൈബി ഈഡന്റെയും പ്രസംഗങ്ങൾ നമ്മൾ കേട്ടതാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ ജമാഅത്തെ ഇസ്ലാമിയും അവരുടെ പോഷക സംഘടനകളും കാണിച്ച പോക്കിരിത്തരം മതേതര സംഘടനകളെയും അവയുടെ നേതാക്കളെയും കുറച്ചൊന്നുമല്ല പ്രയാസപ്പെടുത്തുക. മാധ്യമം ഓഫീസിലും മീഡിയ വൺ ചാനൽ റൂമിലും മാത്രം കാണുന്ന വിരലിലെണ്ണാവുന്ന വികൃതന്മാർ മുസ്ലിം സമുദായത്തിന് ഉണ്ടാക്കുന്ന ഭവിഷ്യത്വം ചെറുതല്ല. ഇതര മതസംഘടനകൾ ജമാഅത്തെ ഇസ്ലാമിയുടെ തീവ്ര മതബോധത്തെ വിമർശിക്കാനും മൗദൂദി കുത്തുബ് കൂട്ടുകെട്ടിനെ തുറന്നു കാണിക്കാനും ഒട്ടും അമാന്തം കാട്ടിക്കൂടാ. മുസ്ലിം ലീഗ് ഒരേ സമയം വേട്ടക്കാരനെയും ഇരയെയും തീവ്ര മതക്കാരായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയെയും തീവ്രവാദ മുസ്ലിം സംഘടനകളെയും രണ്ട് കൈവെള്ളകളിൽ പൊക്കിപ്പിടിച്ച് നടക്കുന്നത് അങ്ങേയറ്റം കാപട്യമാണ്. പ്രവാചകൻ പരിചയപ്പെടുത്താത്ത അതിതീവ്ര വിശ്വാസത്തെ ജനമനസ്സുകളിൽ കുത്തിവെക്കാൻ ജമാഅത്തെ ഇസ്ലാമിയെ അനുവദിച്ചാൽ അതിന്റെ പ്രത്യാഘാതം വളരെ വലുതാകും. മുസ്ലിം ബ്രദർഹുഡുമായിട്ടുള്ള ബന്ധം ആരോപിച്ച് ഇന്ത്യയിൽ നടക്കാൻ പോകുന്ന എല്ലാ വഖഫ് വിരുദ്ധ സമരങ്ങളെയും അടിച്ചൊതുക്കാൻ അമിത്ഷായ്ക്ക് കൊടുത്ത വടിയാണ് സോളിഡാരിറ്റിയുടെ കരിപ്പൂർ എയർപോർട്ട് മാർച്ച് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇതാണ് KT ജലീൽ പറഞ്ഞത്. KT ജലീൽ ഈയിടെയായി ചില നഗ്ന സത്യങ്ങൾ, വേദനിപ്പിക്കുന്ന സത്യങ്ങൾ, കൈപ്പേറിയ സത്യങ്ങൾ തുറന്നു പറയാൻ ശ്രമിക്കാറുണ്ട്.
വഖഫ് നിയമത്തെ സംബന്ധിച്ച് പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെയുള്ള സംഘടനകൾ ഭരണഘടനയെ സംരക്ഷിക്കുക എന്ന വ്യാജേന സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. സുപ്രീം കോടതി ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുമുണ്ട്. കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. കേരളം ചർച്ച ചെയ്യുന്നത് പോലെ മറ്റൊരു സംസ്ഥാനവും ചർച്ച ചെയ്യുന്നില്ല. വാസ്തവം ഏറ്റവും അധികം ഹർജിക്കാരുള്ളതും കേരളത്തിൽ നിന്നാണ്. മുസ്ലിം ലീഗ് മുതൽ SDPI വരെ സുപ്രീം കോടതിയിൽ ഹർജി കൊടുത്തിരിക്കുന്നു. അവർക്ക് ഇന്നലെ ആദ്യ ദിനം വാദം നടന്നപ്പോൾ വലിയ ആഹ്ലാദത്തിലായിരുന്നു. കേരളത്തിലെ മുഴുവൻ ചാനലുകളും സുപ്രീം കോടതി വഖഫ് നിയമം എടുത്ത് ആറ്റിലെറിഞ്ഞു എന്ന തരത്തിൽ തന്നെയാണ് വാർത്തകൾ റിപ്പോർട്ട് ചെയ്തത്. കേരളത്തിൽ ഇന്നിറങ്ങിയ പത്രങ്ങളിൽ ചിലരൊക്കെ പറയുന്നത് വഖഫ് നിയമം സ്റ്റേ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ്. മാധ്യമം ആവേശത്തോടുകൂടി ഒന്നാം പേജിൽ എഴുതിയിരിക്കുന്നു വഖഫിൽ തുടരുത് എന്ന്. ഓർക്കണം, കോടതി ഇടക്കാല വിധി പോലും പ്രഖ്യാപിച്ചിട്ടില്ല. കോടതി ഇന്നലെ വാദം ആദ്യമായി കേട്ടു. അടുത്ത ദിവസത്തേക്ക് വാദം മാറ്റിവെച്ചു. ഇന്നത്തേക്ക് വാദം മാറ്റിവെച്ചു. കോടതി രണ്ടു കൂട്ടരും വഖഫ് ഭേദഗതി നിയമത്തിന് വേണ്ടി വാദിക്കുന്ന കേന്ദ്ര സർക്കാരിനോടും വഖഫ് ഭേദഗതി നിയമത്തെ എതിർക്കുന്ന കക്ഷികളോടും തിരിച്ചും മറിച്ചും ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. വഖഫ് ഭേദഗതി നിയമം പാസാക്കി അതിനുവേണ്ടി സുപ്രീം കോടതിയിൽ വാദിക്കുന്ന സോളിസിറ്റർ ജനറലിനോടുള്ള ചോദ്യങ്ങളാണ് കോടതി ആറ്റിലെറിഞ്ഞു എന്ന തരത്തിൽ നമ്മുടെ മാധ്യമങ്ങളിൽ വന്നത്. എന്നാൽ മറുഭാഗത്തോട് കപിൽ സിബൽ അടക്കം വലിയ പ്രമുഖരായ ഭരണഘടനാ വിദഗ്ധരായ അഭിഭാഷകരോട് ചോദിച്ച ചോദ്യങ്ങൾ വേണ്ട തരത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ ഹൈലൈറ്റ് ചെയ്തിട്ടില്ല. കോടതി ഒരു തീരുമാനമെടുക്കുന്നതിന്റെ ഭാഗമായി രണ്ടു വശവും കേൾക്കാൻ ചോദ്യങ്ങൾ ചോദിച്ചു. കോടതിയുടെ മുമ്പിൽ എത്തിയിരിക്കുന്ന ഒരു നിയമമാണ്. ആ നിയമത്തിന് വേണ്ടി വാദിക്കുന്നവരോട് കോടതി ചോദിക്കേണ്ടത് എതിർ ചോദ്യങ്ങളാണ്, അനുകൂല ചോദ്യങ്ങളല്ല. ആ നിയമത്തെ എതിർക്കുന്നവരോട് കോടതി ചോദിക്കേണ്ടത് എതിർ ചോദ്യങ്ങളാണ്. ആ ഭാഗം മാത്രം മറച്ചുവെച്ചു. കോടതിയിൽ ഇന്നലെ നടന്ന നടപടിക്രമങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതുപോലെ മാത്രമല്ല അവിടെ സംഭവിച്ചത് എന്ന് വ്യക്തമാവും. ആദ്യ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ 3 കാര്യങ്ങൾ കോടതി ഊന്നി പറഞ്ഞിരുന്നു. ആ 3 കാര്യങ്ങളിൽ കോടതി ഇടപെടൽ നടത്തുകയും ചെയ്യുന്നുണ്ട്. വഖഫ് ബോർഡിലെ അമുസ്ലിമുകളുടെ പ്രാതിനിധ്യം, വഖഫ് ബൈ യൂസർ എന്ന നിലയിൽ ഈ നിയമം പാസാക്കിയതിന്റെ പശ്ചാത്തലത്തിൽ വഖഫ് ഭൂമി സർക്കാർ പിടിച്ചെടുക്കുന്നത് തടയാനുള്ള നീക്കം, ഇതൊക്കെ കോടതിയുടെ വാക്കുകളിൽ വ്യക്തമാണ്. അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്യും. എന്നാൽ വഖഫ് നിയമത്തെ പൂർണ്ണമായും നിരാകരിക്കുന്ന ഒരു നിലപാടായിരുന്നില്ല. തിരിച്ച് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. എന്തുകൊണ്ടോ ആ ചോദ്യങ്ങൾ മറച്ചു വയ്ക്കപ്പെട്ടിരിക്കുന്നു. കളക്ടർക്ക് അധികാരം കൊടുക്കുന്നു ഇപ്പോഴത്തെ സർവേയർക്ക് പകരം. അത് വലിയ കുഴപ്പമാണ് എന്ന് പറഞ്ഞപ്പോൾ കോടതി ചോദിച്ച ഒരു ചോദ്യം, കളക്ടർക്ക് അധികാരം കൊടുത്താൽ അവിടെ അവസാനിക്കുകയാണോ? ആ തീരുമാനത്തിനെതിരെ ട്രിബ്യൂണലിൽ പോകാൻ സാഹചര്യമില്ലേ? ട്രിബ്യൂണലിന്റെ തീരുമാനത്തിനെതിരെ ഹൈക്കോടതിയിൽ പോകാൻ സാഹചര്യമില്ല എന്നതാണ്. അതായത് കളക്ടർക്ക് അധികാരം കൊടുത്തു എന്നത് വലിയ പാതകമായി ചിത്രീകരിച്ചതിനെ കോടതി നിരാകരിക്കുന്ന ചോദ്യം ചോദിക്കുന്നു എന്നർത്ഥം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നിലവിലുള്ള നിയമം അനുസരിച്ച് അതായത് കളക്ടർ ഒരു കാര്യം തീർപ്പ് കൽപ്പിച്ചാൽ പോലും അതിൽ നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാൻ സാധിക്കില്ലേ ആണ് എന്ന് പറഞ്ഞാൽ ജനാധിപത്യം വന്നു കഴിഞ്ഞു. അതല്ലെങ്കിൽ ഇതിന്റെ എല്ലാത്തിന്റെയും അന്തിമ തീരുമാനം വഖഫ് ട്രൈബ്യൂണലായിരുന്നു എടുക്കേണ്ടത്. ആ നിയമം എടുത്തു മാറ്റുന്നു. ട്രിബ്യൂണൽ ഒരു അന്തിമ തീരുമാനമെടുത്താൽ അതിനെ ചോദ്യം ചെയ്യാൻ മറ്റൊരു കോടതിയിലും പോകാൻ സാധ്യമല്ല. ആ ഭരണഘടനാ വിരുദ്ധമായ നിയമം മാറ്റി കളക്ടർക്ക് എടുക്കുന്ന തീരുമാനം ട്രിബ്യൂണലിൽ ചോദ്യം ചെയ്യാം, ട്രിബ്യൂണൽ തീരുമാനം ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ചോദ്യം ചെയ്യാം എന്ന തരത്തിൽ മാറ്റി തീർത്തതിനെ എങ്ങനെ എതിർക്കാൻ കഴിയും എന്ന് കോടതി ചോദിച്ചു. വഖഫ് ഭൂമിയെല്ലാം രേഖപ്പെടുത്തണം, രജിസ്റ്റർ ചെയ്യണം എന്നത് എന്തോ കുഴപ്പമാണെന്ന് പറഞ്ഞപ്പോൾ കോടതി ഈ കപിൽ സിബലിനോട് ചോദിച്ചത് വഖഫ് ഭൂമി രജിസ്റ്റർ ചെയ്താൽ എന്താണ് കുഴപ്പമാണ്? ഇപ്പോഴത്തെ നിയമത്തിലല്ല, 54 നിയമത്തിൽ പോലും പറയുന്നുണ്ടല്ലോ രജിസ്റ്റർ ചെയ്യണമെന്ന്. രജിസ്റ്റർ ചെയ്താൽ എന്താ കുഴപ്പം എന്നാണ് കോടതി ചോദിച്ചത്. ഇത് മാത്രമല്ല, ദൈവത്തിന്റെ സ്വത്താണല്ലോ വഖഫ് ഭൂമി. അത് രജിസ്റ്റർ ചെയ്യുന്നത് അതിന്റെ സുരക്ഷയ്ക്ക് നല്ലതല്ലേ? രജിസ്റ്റർ ചെയ്യാതിരിക്കാനുള്ള അവകാശം സംരക്ഷിക്കണമെന്ന് വാദിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് കോടതി ചോദിച്ചു. ഇവർക്ക് രജിസ്റ്റർ ചെയ്യാതിരുന്നാലേ ഇവർക്ക് തോന്നുന്നത് പോലെ കൈമാറ്റം നടത്താൻ, ഇവരുടേതാക്കി മാറ്റാൻ, വിൽക്കാൻ എല്ലാം ചെയ്യാൻ കഴിയൂ. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഒരു തിരിമറിയും നടക്കില്ലല്ലോ. പക്ഷേ പുതിയ നിയമം അനുസരിച്ചിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നതാണ് നിയമം. അത് രജിസ്റ്റർ ചെയ്താൽ എന്താ കുഴപ്പം? കുറച്ചുകൂടി സേഫ് ആൻഡ് സെക്യൂർ ആയിരിക്കില്ലേ എന്ന സുപ്രീം കോടതിയുടെ ചോദ്യത്തിന് ഇവർക്ക് മറുപടിയില്ല. യൂസർ പൂർണ്ണമായും എടുത്തു കളയുന്നത് ശരിയല്ല. എന്നാൽ വഖഫ് ബൈ യൂസർ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ദുരുപയോഗിക്കുന്ന സാഹചര്യങ്ങളില്ലേ, അതിൽ മാറ്റം വരുത്തിയാൽ എന്താണ് കുഴപ്പമെന്ന് കോടതി ചോദിച്ചു. നൂറ്റാണ്ടുകളെ നിലവിലിരിക്കുന്ന പല മസ്ജിദുകളും പല വഖഫ് നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങളും രജിസ്റ്റർ ചെയ്യണം എന്ന് ശാഠ്യം പിടിക്കുന്നത് എന്തിനാണ്? അത് എത്രയോ വർഷമായി വഖഫാണ്, മസ്ജിദാണ്, നിങ്ങൾ എന്തിനാണ് ശാഠ്യം പിടിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ സോളിസിറ്റർ ജനറൽ തിരിച്ചു ചോദിച്ച ഒരു ചോദ്യമുണ്ട്. എന്തുകൊണ്ട് രജിസ്റ്റർ ചെയ്തുകൂടാ? രാജ്യത്തെ പഴയ സ്ഥാപനങ്ങളെ രജിസ്റ്റർ ചെയ്യാൻ രാജ്യത്ത് നിയമം ഉള്ളപ്പോൾ അത് എന്തുകൊണ്ട് രജിസ്റ്റർ ചെയ്തുകൂടാ? എന്തുകൊണ്ട് ഇത്ര കാലം അവർ രജിസ്റ്റർ ചെയ്തില്ല എന്നതാണ്. അതിന് കൃത്യം ഉത്തരം പറയാൻ ഈ നിയമത്തെ ചോദ്യം ചെയ്തവർക്ക് സാധിച്ചില്ല. അമുസ്ലിമുകളാണോ പുതിയ വഖഫ് നിയമത്തിൽ കൂടുതൽ എന്ന് ചോദിച്ചപ്പോൾ കൃത്യമായ ഉത്തരം പറഞ്ഞു. 2 പേർ മാത്രമേ അമുസ്ലിമുകൾ ഉണ്ടാവൂ എന്ന്. അമുസ്ലിമുകളെ കൊണ്ട് വഖഫ് ബോർഡ് നിറയ്ക്കും എന്ന വാദം പൂർണ്ണമായും ഇല്ലാതാവുകയായിരുന്നു. അതേക്കുറിച്ചുള്ള ചോദ്യമാണ് വാസ്തവത്തിൽ സുപ്രീം കോടതിയെ പ്രകോപിപ്പിച്ചത്. സോളിസിറ്റർ ജനറൽ അങ്ങനെയെങ്കിൽ ഈ ബെഞ്ചിന് ഈ കേസ് പരിഗണിക്കാൻ കഴിയില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ കോടതിക്ക് കോപം വന്നു. കോടതിയിലെത്തുമ്പോൾ ഞങ്ങൾക്ക് മതമില്ല എന്നായിരുന്നു കോടതിയുടെ വാദം. ഹിന്ദുധർമ്മ സ്ഥാപനങ്ങളിൽ മുസ്ലിമുകളെ എടുക്കുമോ എന്നൊരു ചോദ്യം കോടതി ചോദിച്ചു.
സർക്കാർ നിയന്ത്രണത്തിലുള്ള സർക്കാർ സഹായമുള്ള സ്ഥാപനങ്ങളാണെങ്കിൽ അതിൽ ഹിന്ദുക്കൾ മാത്രം വേണമെന്ന് നിർബന്ധമില്ല എന്നാണ് സോളിസിറ്റർ ജനറൽ പറഞ്ഞത്. വഖഫ് ബൈ യൂസർ ഇല്ലാതാവുന്നതോടെ അങ്ങനെയുള്ള വഖഫ് സ്വത്തുകൾ റദ്ദാക്കുമോ തിരിച്ചെടുക്കുമോ എന്ന ചോദ്യത്തിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല എന്നായിരുന്നു മറുപടി. തർക്കത്തിൽ വരുന്ന ഭൂമി വഖഫല്ല എന്ന വാദവും വിവാദമായി. അപ്പോഴും പറഞ്ഞത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ തീരുമാനമുണ്ടാകുന്നതുവരെ അത് വഖഫായി തന്നെ ഉപയോഗിക്കാമെന്നാണ് തുഷാർ മേത്ര പറഞ്ഞത്. അങ്ങനെ വഖഫ് അല്ലാതെ വന്നാൽ ആ വഖഫ് ഭൂമിയിലെ വാടക ആര് വാങ്ങും എന്ന് കോടതി ചോദിച്ചപ്പോൾ അക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ട്രിബ്യൂണലും കോടതിയും ഉണ്ടല്ലോ എന്നായിരുന്നു ഉത്തരം. കോടതി വിധികൾ ബാധകമല്ല എന്ന് എഴുതിയിരിക്കുന്നതിനെ കുറിച്ച് തർക്കമുണ്ടായി. ഒരു കോടതി വിധിയെ മറികടക്കാൻ നിയമം ഉണ്ടാക്കാൻ പാടില്ലെന്ന് കോടതി പറഞ്ഞു. അങ്ങനെയല്ല അത് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാക്കി കോടതിയെ തൃപ്തിപ്പെടുത്താൻ സോളിസിറ്റർ ജനറൽ കഴിഞ്ഞു. ഒരു മതത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് നിയമം ഉണ്ടാക്കിയിരിക്കുന്നതെന്നും മുസ്ലിമുകളുടെ അവകാശത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് എന്ന് പറഞ്ഞ് കപിൽ സിബൽ കത്തിക്കയറിയപ്പോൾ എന്താ മുസ്ലിമുകളുമായി ബന്ധപ്പെട്ട നിയമം നിർമ്മിക്കാൻ സർക്കാരിന് അധികാരമില്ലേ ചോദിച്ചത്. എന്നിട്ട് അദ്ദേഹം വ്യക്തമാക്കി, ഭരണഘടനയുടെ 26-ാം അനുച്ഛേദം മതേതരത്വത്തെക്കുറിച്ച് പറയുന്നു. ഏതു മതത്തെക്കുറിച്ചും ഏതു മതജീവിതത്തെക്കുറിച്ചും നിയമം നിർമ്മിക്കാൻ രാജ്യത്തിന് അധികാരമുണ്ട്. ഹിന്ദു എൻഡോവ്മെന്റ് ആക്ടും ഹിന്ദു പിന്തുടർച്ചാവകാശ നിയമവും ഒക്കെ ഹിന്ദുക്കളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പാർലമെന്റ് പാസാക്കിയ നിയമങ്ങളാണ്. അതുകൊണ്ട് മുസ്ലിം വിഭാഗത്തെ ബാധിക്കുന്ന ഒരു നിയമം ഉണ്ടാക്കരുത് എന്ന് പറയുന്നത് ബാലിശമാണ് എന്ന് തീർത്തു പറയുകയായിരുന്നു. ആദിവാസികളുടെ ഭൂമി വഖഫായി പ്രഖ്യാപിക്കാൻ പാടില്ല എന്ന വാദത്തെയും കപിൽ സിബൽ എതിർത്തു. അപ്പോഴും കോടതി ശക്തമായ നിലപാടെടുത്തു. ആദിവാസികളുടെ ഭൂമി കൈമാറ്റം ചെയ്യുന്നത് തടഞ്ഞുകൊണ്ടുള്ള നിയമം ഇപ്പോഴുണ്ടല്ലോ, അതിന് തുടർച്ചയായ വഖഫ് നിയമത്തിൽ വകുപ്പ് കൊണ്ടുവന്നാൽ എന്താണ് കുഴപ്പമെന്ന് കോടതി ചോദിച്ചു. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതുപോലെ വഖഫ് നിയമം ആറ്റിലെറിയുന്ന തരത്തിലുള്ള, വഖഫ് നിയമം റദ്ദാക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ മാത്രമല്ല ഉണ്ടായത്, മറുഭാഗത്തുള്ള ചോദ്യങ്ങൾ ഉണ്ടായി. കോടതി തീരുമാനമെടുക്കുന്നതിന് മുൻപ് രണ്ടു ഭാഗത്തെയും കേൾക്കുന്ന രീതിയാണ്. ഇതിൽ പ്രഥമ ദൃഷ്ടിയാ മോശമെന്ന് തോന്നുന്ന അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുന്നത് അടക്കമുള്ള വിഷയങ്ങളിൽ കോടതിക്ക് കൃത്യമായ നിലപാടുണ്ട്. അത് സ്റ്റേ ചെയ്യപ്പെട്ടേക്കാം. എന്നാൽ വഖഫ് ഭേദഗതിയെ പൂർണ്ണമായും തള്ളിക്കളയുന്ന ഒരു നിലപാടല്ല സുപ്രീം കോടതി എടുത്തത് എന്ന് ഇന്നലത്തെ, അതായത് മാധ്യമങ്ങൾ അവർക്ക് അനുകൂലമായി, മുസ്ലിങ്ങൾക്ക് അനുകൂലമായതും വഖഫ് ബോർഡിന് അനുകൂലമായതുമായിട്ടുള്ള വാർത്തകൾ, അത്തരം സാരാംശങ്ങൾ മാത്രം, അത്തരം പരാമർശങ്ങൾ മാത്രം അവർ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വാർത്ത കൊടുത്തു. ശരിക്കു പറഞ്ഞാൽ കോടതി ഇതിനെ എല്ലാം റിജക്റ്റ് ചെയ്യുന്ന രീതിയാണ് സ്വീകരിച്ചത്. അപ്പോൾ ട്രൈബ്യൂണലിന് മാത്രമായിരുന്നു അധികാരം. എന്തെങ്കിലും കോടതിയിൽ പോകാൻ പറ്റില്ലേ? പുതിയ നിയമം അനുസരിച്ച് പോകാൻ പറ്റിട്ട് എന്താ പ്രശ്നം? അല്ല, മുസ്ലിങ്ങളാണ് ഏറ്റവും കൂടുതൽ ആ മുസ്ലിങ്ങളെ ഒഴിച്ച് കയറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. വഖഫ് ബോർഡിൽ എത്ര മുസ്ലിങ്ങളുണ്ട്? 2 പേര്. ബാക്കിയുള്ളവരെല്ലാവരും മുസ്ലിങ്ങളാണ്. പിന്നെ ആ മുസ്ലിങ്ങളെ തിരക്കിട്ട് കയറ്റാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒന്നൊന്നായി സുപ്രീം കോടതി ഇവരെ പൊളിച്ചടുക്കി എന്നതാണ് യാഥാർത്ഥ്യം. നന്ദി.